ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പ്രിജീസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് നാളിന് ശേഷം ഞാനിതാ ഒരു വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട്. തിരക്കായിരുന്നു, എല്ലാവരും ക്ഷമിക്കുക. നമ്മുടെ വീടുകളിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വിഭവം കൂടിയാണിത്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് അവൽ മിൽക്കാണ്. അടിപൊളി ഒരു വിഭവമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് കട്ടിയുള്ള ടൈപ്പ് അവലുണ്ടല്ലോ, കുത്തിരിയുടെ കട്ടിയുള്ള ടൈപ്പ് അവൽ കിട്ടും നമുക്ക്. ആ അവലാണ് ഇതിന് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനൊരു 1.5 കപ്പ് അവലോളം എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു അവലിൻ്റെ ഒരു മണമൊക്കെ അങ്ങ് മാറി നല്ല മുരുമുരാന്നുള്ള പരുവത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. അതുവരെ അതിനെ ഇങ്ങനെ ചെറിയ തീയിൽ ചൂടാക്കി നമ്മളതിനെ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് മുരുമുര എന്ന് പറയുമ്പോൾ അതൊരു മുരിഞ്ഞിട്ട് നമ്മൾ കൈവച്ചിങ്ങനെ അമർത്തുമ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് പൊടിഞ്ഞു പോകുന്ന പോലെ ആയി കിട്ടും കേട്ടോ. ആ ഒരു പരുവം വരെ അതിനെ റോസ്റ്റ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ അവൽ മിൽക്ക് തയ്യാറാക്കുമ്പോൾ അത് കഴിക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അത് മാത്രമല്ല ദാണ്ട ആ ഒരു പരുവം കണ്ട കൈവച്ചിട്ട് ഞാനിങ്ങനെ മുറിച്ച് ഇത് കാണിച്ചില്ലേ, പൊടിച്ച് കാണിച്ചില്ലേ, അതാണ് അതിൻ്റെ പരുവം കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത റോബസ്റ്റ പഴമാണ്. നമ്മളൊരു 2 പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റോബസ്റ്റ പഴമാണെങ്കിലും എടുക്കാം, നമുക്ക് പാളാന്തോടൻ പഴമാണെങ്കിലും എടുക്കാം. നമ്മുടെ വീട്ടിലുള്ള എന്ത് പഴമാണെങ്കിലും നല്ല പഴുത്ത പഴം എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനെ നമ്മൾ മിക്സിയിൽ അടിക്കാനും പാടില്ല. ഇതുപോലൊരു ഫോർക്ക് വേണം വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ ഉടച്ചെടുക്കുക. ഓക്കെ, ഇത്രയാണ് പരുവം. ഈ പരുവത്തിൽ ഇതിനെ ഉടച്ചെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് നമ്മൾ ചേർക്കുന്നത് വലിയ സ്പൂണിന് ഒരു 2 സ്പൂണാണ് ചേർക്കുന്നത്. അപ്പം മധുരം നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാം. അപ്പം മിൽക്ക് മെയ്ഡ് വേണമെങ്കിലും ചേർക്കാം, പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം കേട്ടോ. പിന്നെ നമ്മൾ ചേർക്കുന്നത് പാലാണ്. പാല് നമ്മൾ 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം മധുരമൊക്കെ എല്ലാവരുടെ ഇഷ്ടം പോലെ ചേർത്തോ കുഴപ്പമില്ല, പക്ഷെ കൂടി പോകരുത്. അവലും കൂടി ഇടുമ്പോൾ അത് പരുവത്തിന് മധുരമായിരിക്കണം. ഒരുപാട് മധുരമാണെങ്കിൽ നമുക്കിത് കഴിക്കാൻ പറ്റത്തില്ല, നമുക്ക് ചെടിക്കും. അതുകൊണ്ട് ആവശ്യത്തിന് മധുരമേ ഇടാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബദാമാണ്. അപ്പോൾ ബദാം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കപ്പലണ്ടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നട്ട്സ് ഏതെങ്കിലും ഇട്ട് കൊടുത്താലും നല്ല രുചിയാണ്. നമ്മൾ കുടിക്കുമ്പോൾ കടിക്കാൻ കിട്ടുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും നട്ട്സുകളുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വറുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ അവൽ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് നമ്മൾ തയ്യാറാക്കിയിട്ട് അപ്പം തന്നെ കഴിക്കുന്നതാണ് രുചി കേട്ടോ. അല്ലാതെ ഇത് വെച്ചിരുന്ന് കുതിർന്നിട്ട് ശേഷം കഴിക്കാൻ നിൽക്കരുത്, അതിനിപ്പോൾ ടേസ്റ്റ് കിട്ടത്തില്ല. നമ്മൾ അപ്പോൾ തന്നെ തയ്യാറാക്കി അപ്പോൾ തന്നെ കഴിക്കുകയാണെങ്കിൽ ആ ഒരു അവലിങ്ങനെ മുരിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ അത് നമുക്ക് കഴിക്കുമ്പം അത് കടിക്കാനൂടെ കിട്ടും. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവം. ഒരുപാട് വെള്ളം പോലെ ആവരുത്, എന്നാൽ അതിൽ പാലിൻ്റെ അംശം ഉണ്ടാവണം. ആ ഒരു പരുവത്തിൽ കിട്ടണം കേട്ടോ. അതുകൊണ്ട് ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത്. നമുക്കിങ്ങനെ ഗ്ലാസ് ചരിച്ച് കുടിക്കാൻ പറ്റണം, അല്ലെങ്കിൽ നമുക്ക് സ്പൂൺ വെച്ച് കോരി ആയാലും കുടിക്കാം. പക്ഷെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ തയ്യാറാക്കി നോക്കണം. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഡെക്കറേഷന് വേണ്ടി നമ്മളൊരു കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാല് നമ്മൾ ഒഴിച്ചത് തിളപ്പിച്ചാറ്റി തണുപ്പിച്ച പാലാണ് കേട്ടോ. എന്ന് വെച്ചാൽ ചൂടോടെ നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കത്തില്ല. അപ്പം നമുക്ക് ഈ ഗ്ലാസിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കപ്പലണ്ടി ആയാലും അണ്ടിപ്പരിപ്പായാലും ബദാം ആയാലും പിസ്ത ആയാലും ഒക്കെ നമുക്ക് ചെറിയ കഷ്ണമായിട്ട് മുറിച്ച് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ്. നമുക്കത് കാണുമ്പോൾ എടുത്ത് കുടിക്കാനും തോന്നും. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മൾ ഈ അവൽ വറക്കുമ്പോഴേ നമ്മൾ ഈ അവൽ മുരിഞ്ഞു അല്ലെങ്കിൽ നമുക്കതിൻ്റെ പരുവം മനസ്സിലാവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നല്ലൊരു മണം വരും. അത് റോസ്റ്റ് ആവുമ്പോൾ അതിന് നല്ലൊരു മണം വരും. ആ മണമാണ് അതിൻ്റെ പരുവം. അപ്പോൾ തന്നെ അതിനെ സ്റ്റൗവിൽ നിന്ന് മാറ്റി വെച്ച് അതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം മാത്രമേ നമ്മൾ പാലിലേക്ക് ചേർത്ത് കൊടുക്കത്തുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചൂടോടെ ഒരു കാരണവശാലും പാലിൽ ചേർത്ത് കൊടുക്കാൻ പാടില്ല. പിന്നെ ഇതിൽ ചേർക്കുന്ന പാല് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. പക്ഷേ ചൂട് പാല് ചേർത്ത് കൊടുക്കരുത്, അവൽ പെട്ടെന്ന് കുതിർന്നു പോകും. എല്ലാവർക്കും എൻ്റെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. എൻ്റെ കൂട്ടുകാരെല്ലാം തയ്യാറാക്കി നോക്കണം. ഒരു അടിപൊളി വിഭവമാണ്. പിന്നെ മിൽക്ക് മെയ്ഡ് ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കുടിക്കാൻ.
അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഓക്കെ, ടാറ്റാ, താങ്ക് യു.